രോഗമുക്തിക്ക് നവഗ്രഹ കീർത്തനങ്ങൾ. രോഗമുക്തിക്കും ആരോഗ്യത്തിനും ഐശ്വര്യത്തിനും നവഗ്രഹ കീർത്തനങ്ങൾ ഉത്തമമാണ്. ജീവിതത്തിൽ പലപ്പോഴും രോഗങ്ങളും തടസ്സങ്ങളും ഉണ്ടാകുന്നത് നവഗ്രഹങ്ങൾ പ്രതികൂലമായി നിൽക്കുമ്പോഴാണ്. ജാതകത്തിൽ അനിഷ്ടഭാവങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങളുടെ ദശാകാലത്തും അപഹാരകാലങ്ങളിലും രോഗങ്ങൾ പ്രത്യക്ഷപ്പെടാറുണ്ട്. ഈ ഗ്രഹങ്ങളെ സ്തുതിച്ച് അർച്ചന ചെയ്യുന്നത് ഇതിന് പരിഹാരമാണ്. മുത്തുസ്വാമി ദീക്ഷിതരാണ് നവഗ്രഹ കീർത്തനം എഴുതി ലോകത്തിന് സമർപ്പിച്ചത്. പ്രസിദ്ധ സംഗീത വിദ്വാനും ഹംസധ്വനി രാഗത്തിൻ്റെ സൃഷ്ടാവുമായ രാമസ്വാമി ദീക്ഷിതരുടെ മകനാണ് മുത്തുസ്വാമി ദീക്ഷിതർ. 1775 തിരുവാരൂരിൽ ആണ് ജനനം. സംഗീതത്തിൻ്റെ ത്രിമൂർത്തികളിൽ ദ്വിതീയ സ്ഥാനീയനായ മുത്തുസ്വാമി ദീക്ഷിതർക്ക് സംഗീതം പാരമ്പര്യമായി ലഭിച്ചതാണ്. എന്നാൽ ജ്യോതിഷമാകട്ടെ ജ്യോതിഷത്തിൻ്റെ അതിദേവതയും ഓങ്കാര മന്ത്രത്തിൻ്റെ പൊരുൾ സൃഷ്ടികർത്താവായ ബ്രഹ്മാവിനും പിതാവായ പരമശിവനും ഉപദേശിച്ചു കൊടുത്ത ഒരു സുബ്രഹ്മണ്യ ഭഗവാന്റെ നേരിട്ടുള്ള അനുഗ്രഹത്താൽ കൈവന്ന മഹാസിദ്ധിയാണ്. പിതാവായ രാമസ്വാമി ദീക്ഷിതരുടെ സംഭാവനയായ ഹംസധ്വനി രാഗത്തിലാണ് ദീക്ഷിതർ വിഘ്നേശ്വരനായ മഹാഗണപതിയെ സ്തുതിച്ചുകൊണ്ട് വാതാവി ഗണപതിം ഭജെ എന്ന കീർത്തനം എഴുതിയത്. വിഘ്നേശ്വര സ്തുതികളിൽ പ്രഥമ സ്ഥാനം ഈ കീർത്തനത്തിനാണ്. ബാല്യത്തിൽ പിതാവിനൊപ്പം മണലി എന്ന സ്ഥലത്ത് ദീക്ഷിതർ താമസമാക്കി. അവിടെ വെച്ച് ചിദംബരനാഥ സ്വാമി എന്ന ദിവ്യനെ പരിചയപ്പെട്ടു. അദ്ദേഹത്തോടൊപ്പം മുത്തുസ്വാമി ദീക്ഷിതർ കാശിയിൽ പോയി അവിടെ 6 വർഷത്തോളം താമസിച്ചു. ഈ സമയത്ത് ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ പ്രാവീണ്യം നേടുകയും തുടർന്ന് ചിദംബരനാഥ സ്വാമിയിൽ നിന്നും ശ്രീ വിദ്യോപദേശം സ്വീകരിക്കുകയും ചെയ്തു. കാശിയിൽ നിന്നും മടങ്ങിവരും വഴി തിരുത്തണ്ണിയിലെ പ്രസിദ്ധമായ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദീക്ഷിതർ ഭജനമിരുന്നു. ഈ കാലത്ത് ധ്യാനത്തിലിരുന്ന ദീക്ഷിതരുടെ അരികിൽ ഒരു വൃദ്ധൻ വരികയും അദ്ദേഹത്തിൻ്റെ വായിൽ ഒരു കൽക്കണ്ട് കഷ്ണം ഇട്ടുകൊടുക്കുകയും ചെയ്തു. ധ്യാനത്തിൽ നിന്നുണർന്ന ദീക്ഷിതർ കണ്ടത് മയിൽ വാഹനത്തിലേറിപ്പോകുന്ന ബാലസുബ്രഹ്മണ്യനെയാണ്. സുബ്രഹ്മണ്യ ദർശനം കിട്ടിയ നിമിഷം ശ്രീ നാരദാദി ഗുരുഗുഹോ ജയതി എന്ന് തുടങ്ങുന്ന മായാമാളവ ഗൗള രാഗത്തിലുള്ള സുബ്രഹ്മണ്യ സ്തുതിയുണ്ടായി. അന്നു മുതൽ ശ്രീ മുരുകനെ തൻ്റെ ഗുരുവായി ദീക്ഷിതർ സ്വീകരിച്ചു. കീർത്തനങ്ങളിൽ ഗുരുഗുഹ എന്ന സുബ്രഹ്മണ്യ മുദ്ര പ്രയോഗിക്കുകയും ചെയ്തു. ദീക്ഷിതരുടെ ശിഷ്യരിൽ ശുദ്ധമദ്ദള വിദ്വാനായിരുന്ന തമ്പിയപ്പ പിള്ള എന്നൊരാൾ ഉണ്ടായിരുന്നു. തമ്പിയെ കണ്ട ദീക്ഷിതർ അദ്ദേഹത്തിൻ്റെ രോഗകാരണം കണ്ടുപിടിക്കാൻ തമ്പിയപ്പ പിള്ളയുടെ ജാതകം പരിശോധിച്ചു. ജ്യോതിഷത്തിൽ അഗാധ പാണ്ഡിത്യമുള്ള ദീക്ഷിതർ തമ്പിയപ്പൻ്റെ രോഗകാരണം വ്യാഴഗ്രഹമാണെന്ന് മനസ്സിലാക്കി രോഗശമനത്തിനുള്ള ദിവ്യ ഔഷധമായി വ്യാഴഗ്രഹത്തെ സ്തുതിച്ച് ബൃഹസ്പതി എന്ന കീർത്തനം എഴുതി. അഠാളരാഗത്തിലും ത്രിപുടതാളത്തിലുമായി എഴുതിയതാണ് ആദ്യത്തെ ഗ്രഹകീർത്തനം. ഈ കീർത്തനം തമ്പിയപ്പ പിള്ളയെ പഠിപ്പിക്കുകയും ദിവസവും ആലപിക്കുവാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ഈ കീർത്തനം ആലപിച്ചു തുടങ്ങിയ ശേഷം രോഗം മാറി. തുടർന്ന് ദീക്ഷിതർ മറ്റു പ്രധാനപ്പെട്ട 6 ഗ്രഹങ്ങളുടെയും കീർത്തനങ്ങൾ സ്തുതിച്ച് എഴുതി. അങ്ങനെ ഒരാഴ്ചയിലെ 7 ദിവസങ്ങൾക്കായി ചിട്ടപ്പെടുത്തിയ കീർത്തനങ്ങൾ വാരകീർത്തനങ്ങൾ എന്നറിയപ്പെട്ടു. തുടർന്ന് തമോഗ്രഹങ്ങളായ രാഹു, കേതു എന്നിവർക്കും കീർത്തനങ്ങൾ എഴുതി. സൂര്യനെ സ്തുതിച്ചുകൊണ്ട് സൗരാഷ്ട്ര രാഗത്തിലും ധ്രുവതാളത്തിലുമായി സൂര്യമൂർത്തെ എന്ന് തുടങ്ങുന്ന കീർത്തനവും, ചന്ദ്രനെ സ്തുതിച്ച് അഭാവേരി രാഗത്തിലും മധ്യതാളത്തിലുമായി ചന്ദ്രഭജ മാനസ എന്ന കീർത്തനവും, സുരട്ടി രാഗത്തിലും രൂപകതാളത്തിലുമായി കുജഗ്രഹ സ്തുതിയായ അങ്കാരക ആശ്രയാമ്യഹം ബുധഗ്രഹത്തെ സ്തുതിച്ചുകൊണ്ട് നാട്ടക്കുറിച്ചി രാഗത്തിലും ജംബകതാളത്തിലുമായി ബുധ ആശ്രയാമി കീർത്തനവും, ശനിഗ്രഹ സ്തുതിയായി യദുകുല കാമ്പോജി രാഗത്തിലും ഏകതാളത്തിലുമായി ദിവാകര തനുജവും, രാഹുവിനെ സ്തുതിച്ചുകൊണ്ട് രാമമനോഹരി രാഗത്തിലും രൂപകതാളത്തിലുമായി സ്മരാമ്യഹം കീർത്തനവും, കേതുസ്തുതിയായി ഷൺമുഖപ്രിയ രാഗത്തിലും രൂപകതാളത്തിലുമുള്ള മഹാസുരം എന്ന കീർത്തനവും രചിച്ചു.
ജ്യോതിഷത്തിലുള്ള മുത്തുസ്വാമി ദീക്ഷിതരുടെ പാണ്ഡിത്യം വ്യക്തമാക്കുന്നതാണ് പരശുരാഗത്തിലും അടതാളത്തിലുമുള്ള ശ്രീ ശുക്ര ഭഗവന്ത എന്ന ശുക്രഗ്രഹത്തെ സ്തുതിച്ചുകൊണ്ടുള്ള കീർത്തനം. നവഗ്രഹ കീർത്തനങ്ങൾ ശ്രുതി ശുദ്ധിയോടെയും സാഹിത്യ ശുദ്ധിയോടെയും ആലപിക്കുന്നതും കേൾക്കുന്നതും രോഗശാന്തിക്ക് അനുഗ്രഹമാണ്.